ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വേർഡ്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വേർഡ്സുകൾ നമ്മൾ പലപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഡ്യൂറിങ്, വൈൽ. എന്തൊക്കെയാണ്? ഡ്യൂറിങ്, വൈൽ. ഡ്യൂറിങ് ആൻഡ് വൈൽ ഈ രണ്ടിൻ്റെയും മീനിങ് എന്താണ്? ഇടയിൽ അല്ലെങ്കിൽ ഇടക്ക്. ഇടയിൽ അല്ലെങ്കിൽ ഇടക്ക്. ഡ്യൂറിങ്, വൈൽ എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിനിടക്ക്, എന്തെങ്കിലും ഒരു കാര്യത്തിനിടെ മറ്റൊരു കാര്യം സംഭവിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിനിടക്ക് അല്ലെങ്കിൽ ഇടയിൽ മറ്റൊരു കാര്യം സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, കളിക്കിടെ ഞാൻ വീണു. കളിക്കിടെ ഞാൻ വീണു എന്ന് വെച്ചാൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയ്ക്ക് ഞാൻ വീണു. അപ്പം ഇടക്ക്. ഇതുപോലെ ഇടക്ക് അല്ലെങ്കിൽ ഇടയിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഡ്യൂറിങ് അല്ലെങ്കിൽ വൈൽ ഉപയോഗിക്കും. കളിക്കിടെ ഞാൻ വീണു എന്ന് പറയുമ്പോൾ ഐ ഫെൽ ഡൗൺ. ഐ ഫെൽ ഡൗൺ ഡ്യൂറിങ് ദ പ്ലേ. ഐ ഫെൽ ഡൗൺ ഡ്യൂറിങ് ദ പ്ലേ. അല്ലെങ്കിൽ നമുക്ക് ഡ്യൂറിങ് എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് വൈൽ ഉപയോഗിക്കാം. ഇങ്ങനെ ഐ ഫെൽ ഡൗൺ വൈൽ പ്ലേയിങ്. ഐ ഫെൽ ഡൗൺ വൈൽ പ്ലേയിങ്. ഇനി എപ്പോഴാണ് ഡ്യൂറിങ് ഉപയോഗിക്കുക, എപ്പോഴാണ് വൈൽ ഉപയോഗിക്കുക? നമ്മൾ ഡ്യൂറിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡ്യൂറിങ്ങിൻ്റെ കൂടെ ഡ്യൂറിങ് പ്ലസ് നൗൺ ഉപയോഗിക്കണം. ഡ്യൂറിങ് പ്ലസ് നൗൺ. ഡ്യൂറിങ് ദ മീറ്റിംഗ്, മീറ്റിംഗ് നൗൺ ആണല്ലോ. ഡ്യൂറിങ് ദ എക്സാം, ഡ്യൂറിങ് ദ മൂവി, ഡ്യൂറിങ് ദ ക്ലാസ്. ഇതുപോലെ ഡ്യൂറിങ് പ്ലസ് നൗൺ. ഡ്യൂറിങ് പ്ലസ് നൗൺ. ഇനി ഡ്യൂറിങ്ങിന് പകരം നമ്മൾ വൈലാണ് ഉപയോഗിക്കുന്നെങ്കിലോ വൈൽ പ്ലസ് വെർബ് ing ഫോം. വൈൽ പ്ലേയിങ് ക്രിക്കറ്റ്, വൈൽ വാച്ചിങ് മൂവി, വൈൽ അറ്റൻഡിങ് ദ മീറ്റിംഗ്. ഓക്കെ, വൈൽ ഗിവിംഗ് ദി എക്സാം. വൈൽ പ്ലസ് ing, ഡ്യൂറിങ് പ്ലസ് നൗൺ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോ എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ നമ്മുടെ എക്സാമ്പിളാണ്, യോഗത്തിനിടെ അവൻ പുറത്തേക്ക് പോയി. എന്നുവെച്ചാൽ മീറ്റിങ്ങിനിടെ അവൻ പുറത്തു പോയി. നമുക്ക് പറയാം, നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഡ്യൂറിങ് ഉപയോഗിച്ചുകൊണ്ടും രണ്ടാമത്താണ് വൈൽ ഉപയോഗിച്ചുകൊണ്ടും. ഹി വെന്റ് ഔട്ട്സൈഡ്. ഹി വെന്റ് ഔട്ട്സൈഡ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. ഡ്യൂറിങ് പ്ലസ് നൗൺ. ഹി വെന്റ് ഔട്ട്സൈഡ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. ഇനി നമുക്ക് ഡ്യൂറിങ് ഒഴിവാക്കാം, വൈൽ ഉപയോഗിക്കാം. വൈൽ ഉപയോഗിക്കുമ്പോൾ ing. ഇങ്ങനെ ഹി വെന്റ് ഔട്ട്സൈഡ് വൈൽ അറ്റൻഡിങ്. ing ഉണ്ടോ? കണ്ടോ? വൈൽ അറ്റൻഡിങ് ദ മീറ്റിംഗ്. വൈൽ അറ്റൻഡിങ് ദ മീറ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. കളിക്കിടെ അവൻ എന്നെ വിളിച്ചു. കളിക്കിടെ അവൻ എന്നെ വിളിച്ചു. അപ്പോൾ പറയാം, ഹി കോൾഡ് മീ. ഹലോ. ഹി കോൾഡ് മീ ഡ്യൂറിങ് ദ പ്ലേ. ഹി കോൾഡ് മീ ഡ്യൂറിങ് ദ പ്ലേ. ഇവിടെ പ്ലേ കണ്ടോ? പ്ലേ നൗൺ ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ദ ഉപയോഗിച്ചത്, അല്ലേ? ആർട്ടിക്കിൾ ദ നൗണിനെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഉപയോഗിക്കാം. സോ ഹി കോൾഡ് മീ ഡ്യൂറിങ് ദ പ്ലേ. ഹി കോൾഡ് മീ ഡ്യൂറിങ് ദ പ്ലേ. ഇനി നമുക്ക് ഡ്യൂറിങ് ഒഴിവാക്കാം. അവിടെ എന്ത് പറയാം? വൈൽ പറയാം. ഇങ്ങനെ ഹി കോൾഡ് മീ വൈൽ പ്ലസ് ing. ഹി കോൾഡ് മീ വൈൽ പ്ലേയിങ്. ഹി കോൾഡ് മീ വൈൽ പ്ലേയിങ്. ഓക്കെ, ഇവിടെ നമ്മൾ ദ ഒഴിവാക്കണം. കാരണം പ്ലേ നൗണാക്കിയതാണ്. നൗണിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ദ ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ വെറും ing ഫോം അല്ലേ, അപ്പോൾ താൻ്റെ ആവശ്യമില്ലല്ലോ. ഹി കോൾഡ് മീ വൈൽ പ്ലേയിങ്. ഹി കോൾഡ് മീ വൈൽ പ്ലേയിങ്. ഇതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ പറയാൻ കഴിയും ഡ്യൂറിങ് അതുപോലെ വൈൽ ഉപയോഗിച്ചുകൊണ്ട്. സിമ്പിളാണ്. ഡ്യൂറിങ് പ്ലസ് നൗൺ, വൈൽ പ്ലസ് ing. സിമ്പിൾ. അടുത്താണ്, സിനിമയ്ക്കിടെ ഞാൻ ഉറങ്ങി. സിനിമയ്ക്കിടെ ഞാൻ ഉറങ്ങി എന്ന് വെച്ചാൽ സിനിമ കണ്ടിരിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഉറങ്ങി. ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി. ഡ്യൂറിങ് ദ മൂവി. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മൂവി. ഇനി നമുക്ക് ഡ്യൂറിങ് ഒഴിവാക്കാം, വൈൽ ഉപയോഗിക്കാം. എങ്ങനെ? ഐ സ്ലെപ്റ്റ് വൈൽ വാച്ചിങ് ദ മൂവി. കണ്ടോ? വൈൽ പ്ലസ് ing. ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി, വൈൽ വാച്ചിങ് ദ മൂവി. ക്ലിയർ? ഇനി നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ എന്ത് ചെയ്യാം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളിതുപോലെ കുറച്ച് സെൻറ്റൻസുകൾ എന്ത് ചെയ്യണം, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.